നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവിട്ടക്കട്ടി എന്ന് പറഞ്ഞ സാധനമാണ്. അത് തലേ ദിവസത്തെ തിരുവോണത്തുനിന്ന് വരുന്ന ചോറും കറികളും എല്ലാം കൂടി ഉണ്ടാക്കുന്ന ഒരു കൂട്ടാണ്. അത് അവിട്ടത്തുനിന്നാളാണ് കഴിക്കുന്നത്. ആദ്യം നമുക്ക് ചോറിടാം. കുറച്ച് മതി, കുറച്ചുണ്ടാക്കി എല്ലാവരും കഴിക്കില്ല. കുറച്ച് തൈര് ഒഴിക്കാം. കുറച്ച് രസം ഒഴിക്കും. സാമ്പാർ ഒഴിക്കും. അവിയലിടാം. എരിശ്ശേരി ഇടാം. ചേനയും കായും എരിശ്ശേരിയാണ്. പൈനാപ്പിൾ പച്ചടി, മാമ്പഴക്കാളനാണ്. മാമ്പഴം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ചിരുന്നതാണ് മാങ്ങ. അതെടുത്ത് കാളനുണ്ടാക്കിയതാണ് ഓണത്തിന്. അത് ഒഴിക്കും. ഉരുളക്കിഴങ്ങ് സ്റ്റൂ, നാരങ്ങക്കറി, വടുകപ്പുളി നാരങ്ങയാണ്. പുളിയിഞ്ചി. ഇത് പണ്ട് നമ്മൾ ചെറുപ്പകാലങ്ങളിലൊക്കെ കഴിച്ചിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും ഒരു ഓർമ്മ വന്നതാണ്. കടുമാങ്ങ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. പാവയ്ക്ക കിച്ചടിയാണ്. പാവയ്ക്ക വറുത്ത് കിച്ചടി ഉണ്ടാക്കി. ഇതെല്ലാം കൂടെ നമ്മളിങ്ങനെ ഇളക്കി വയ്ക്കും. ഒരു പപ്പടം കൂടെ പൊടിച്ചിടാം. എല്ലാ കൂട്ടും ആയിക്കോട്ടെ. എന്നിട്ട് അവിട്ടത്തുനാൾ രാവിലെ നമ്മൾ ഈ സാധനങ്ങളാണ് പണ്ട് കഴിച്ചിരുന്നത്. അതെല്ലാ കറികളും ബാക്കി വരും. അത് വേസ്റ്റ് ആവാതിരിക്കാനായിട്ട് ചെയ്യുന്നതാണ്. ഇത് അവിട്ടക്കട്ടി എന്ന് പറയും. ഇത് നമ്മൾ രാവിലെ അവിട്ടത്തുനാൾ കഴിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക. വിശേഷ ദിവസങ്ങളിൽ ബാക്കി വരുന്ന സാധനം എല്ലാം കൂടെ ഇത് ഒഴിച്ചിട്ടിരുന്നാൽ മതി. നല്ല ടേസ്റ്റായിരിക്കും ഈ സാധനം കഴിക്കാൻ. എല്ലാ പച്ചക്കറികളും ഉള്ള സമ്പൂർണ്ണമായ ഒരു ആഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക, കഴിക്കുക. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് പറയുക. അപ്പോൾ ഓക്കെ, ഓണാശംസകൾ.